നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് പുണർദം നക്ഷത്രക്കാരുടെ 2025 വർഷഫലത്തെക്കുറിച്ചാണ്. അതായത് 2025 ജനുവരി മാസം 1-ാം തീയതി മുതൽ 2025 ഡിസംബർ മാസം 31-ാം തീയതി വരെയുള്ള വർഷഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നിരാശ അനുഭവപ്പെടുകയും ജോലി സ്ഥിരമാകുകയും ചില പുണ്യക്ഷേത്രങ്ങൾ ദർശിക്കുകയും ഭൂമിയുടെ ക്രയവിക്രയങ്ങളിലൂടെ ലാഭം ഉണ്ടാകുകയും അധ്യാപകർ, വക്കീലന്മാർ എന്നിവർക്ക് നല്ല കാലഘട്ടവുമാകുന്നു. കേസുകളിൽ പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. പാർട്ട്ണറുമായി അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ടാകുന്നു. സന്താന സൗഭാഗ്യം ഉണ്ടാകുകയും ചില മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുകയും ഫലമാകുന്നു. തൊഴിൽ രഹിതർക്ക് തൊഴിലിൽ പ്രവേശിക്കുവാൻ സാധിക്കും. ആഡംബര വസ്തുക്കൾ സ്വന്തമാക്കും. ദീർഘദൂര യാത്ര ചെയ്യും. പിതാവുമായി വാക്കുതർക്കത്തിന് സാധ്യതയേറുന്നു. ആഗ്രഹിച്ച കാര്യം നടക്കാതെ വരുമ്പോൾ നിരാശ അനുഭവപ്പെടും. പരിഹാരമായി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു സഹസ്രനാമാർച്ചന നടത്തുന്നതും ഉത്തമമാകുന്നു. ഏപ്രിൽ, മെയ്, ജൂൺ ക്രയവിക്രയങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ട കാലഘട്ടമാണ്. ഗൃഹോപകരണങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാകുകയും വിദ്യാഭ്യാസത്തിൽ പുരോഗതി ദൃശ്യമാകുകയും നിസാര കാര്യങ്ങൾ വരെ മനസ്സിനെ തളർത്തുകയും ഹോട്ടൽ ബിസിനസ്സിൽ വരുമാനം വർദ്ധിക്കുകയും ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കുകയും ചില പ്രധാന രേഖകൾ കൈവശം വന്നുചേരുകയും ബാങ്ക് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ശ്രമം ഫലം കാണുകയും പരിഹാരമായി വിഷ്ണു സഹസ്രനാമാർച്ചന നടത്തുന്നത് വളരെ ഉത്തമമാകുന്നു. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾക്ക് കാലതാമസം നേരിടുകയും കിട്ടേണ്ട പണം സമയത്തിന് ലഭിക്കാതെ വരികയും വിദ്യാർത്ഥികൾക്ക് നല്ല സമയവുമാകുന്നു. കലാകാരന്മാർക്ക് മികച്ച സമയമാണ്. മാതാവിന് രോഗത്തിന് സാധ്യത. ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിൽ വരുത്തുവാൻ കഠിന പരിശ്രമം വേണ്ടിവരും. വിവാഹകാര്യങ്ങൾ, മംഗളകർമ്മങ്ങൾ എന്നിവയിൽ പങ്കെടുക്കും. ശത്രുക്കൾ വർദ്ധിക്കും. സഹോദരന്മാരുമായി വാക്കുതർക്കത്തിന് സാധ്യതയേറുന്നു. പുതിയ വ്യാപാരങ്ങൾ തുടങ്ങുവാൻ നല്ല സമയമാണ്. മാനഹാനിക്ക് സാധ്യത കാണുന്നു. സുഖദുഃഖ സമ്മിശ്രമായ കാലഘട്ടവുമാകുന്നു. പരിഹാരമായി ദേവീക്ഷേത്ര ദർശനവും ദേവിക്ക് കുങ്കുമാർച്ചന നടത്തുന്നതും ഉത്തമമാകുന്നു. ഒക്ടോബർ, നവംബർ, ഡിസംബർ വരവിനേക്കാൾ ചിലവ് അധികരിക്കും. വിവാഹകാര്യങ്ങളിൽ തീരുമാനം എടുക്കും. സഹപ്രവർത്തകരെ സാമ്പത്തികമായി സഹായിക്കും. പിതാവിൻ്റെ ചികിത്സയ്ക്കായി ധാരാളം പണം ചിലവാക്കും. ബന്ധുക്കളുടെ ഗൃഹത്തിൽ സന്ദർശനം നടത്തും. പൊതുജനങ്ങളുമായി കൂടുതൽ ഇടപഴകുകയും വീട് പണിയുന്നവർക്ക് അല്ലറച്ചില്ലറ തടസ്സങ്ങളിലൂടെ കടന്നുപോകേണ്ട ഒരു കാലഘട്ടം കൂടിയായിരിക്കും. വാഹനങ്ങളിൽ നിന്നും വരുമാനം വർദ്ധിക്കും. ജോലിയിലെ പ്രശ്നങ്ങൾ മനസ്സിനെ വല്ലാതെ തളർത്തും. ബിസിനസ്സിൽ നേരിയ പുരോഗതി പ്രകടമാകുകയും ആകുലത വിട്ടൊഴിയില്ല. ഉന്നത വിദ്യാഭ്യാസത്തിന് വഴിതെളിയുകയും പരിഹാരമായി കൃഷ്ണന് പാൽപ്പായസ വഴിപാട് നടത്തുന്നത് ഉത്തമമാകുന്നു.